ഹലോ ഗൈസ്. അപ്പോൾ എനിക്കറിയാം അറൗണ്ട് 1 മന്തിൽ കൂടുതലായിട്ടുണ്ട് ഞാൻ പ്രോപ്പറായിട്ടുള്ളൊരു ഫുൾ വീഡിയോ ഇട്ടിട്ട്. ഒരുപാട് പേര് ചോദിച്ചു എന്ത് പറ്റി വീഡിയോ ഇടുന്ന നിർത്തി, അങ്ങനെ കുറേ മെസ്സേജുകളും കമൻസും ഒക്കെ ഞാൻ കണ്ടു. എനിക്ക് നല്ല സങ്കടമുണ്ട് പ്രോപ്പറായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ തരാൻ പറ്റാതെ പോയതിനും പ്രോപ്പറായിട്ട് കോണ്ടൻറ്റ് ഇടാൻ പറ്റാതിരുന്നതിനും. ഐ എം സോ സോറി. വേണമെന്ന് വെച്ചിട്ടല്ല, ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, അതും പറയണമല്ലോ. ഞാൻ എന്താ പറയുക, ഈ ഓരോ ദിവസവും തന്നെ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് എനിക്ക് കുറച്ച് എന്താ പറയുക, ഫിസിക്കലി ആൻഡ് മെൻ്റലി കുറച്ചധികം ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ട് തന്നെ ഐ വാസ് നോട്ട് ഏബിൾ ടു പോസ്റ്റ് ഇറ്റ്. അപ്പം ഞാൻ ഇത്തിരി കൂടി ഒരു സെൽഫ് കെയറിന് വേണ്ടിയിട്ട് ടൈം കൊടുത്തതാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ നിന്ന് സോ ഗുഡ് റൈറ്റ് നൗ. അപ്പം നമുക്ക് തിരിച്ചു വരവിൻ്റെ ആവശ്യമുണ്ട്. കുറേ അധികം കണ്ടൻറ്റുകൾ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഐ വാസ് നോട്ട് ഓക്കെ ഇനഫ് ടു എഡിറ്റ് ആൻഡ് പോസ്റ്റ് എല്ലാ കാര്യങ്ങളും. എന്താണെങ്കിലും മാക്സിമം ഞാൻ പറ്റുന്ന പോലെ വീഡിയോസ് പഴയതുപോലെ ഇടണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കുറേ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാനുണ്ട്, കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്, കുറേ കാര്യങ്ങൾ ഞാൻ ട്രൈ ഔട്ട് ചെയ്തു. അപ്പം ഒരുപാട്. സോ ഇന്നത്തെ ഒരു വീഡിയോൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് പേര് പല കോൺട്രവേഴ്സീസും കാര്യങ്ങളൊക്കെ കാരണം ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പേഴ്സണലി എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് എടുത്തിട്ടുണ്ട്, ക്ലിനിക്കലി ട്രീറ്റ്മെൻറ്റ്സ് ഹെയറിനാണെങ്കിലും ബോഡിക്കാണെന്നുണ്ടെങ്കിലും ഫേസിനാണെങ്കിലും എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിനുള്ളൊരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ വീഡിയോ ആണിത്. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, ഞാൻ എന്താ പറയുക, എൻ്റെ അമ്മ ഒരു ബ്യൂട്ടീഷ്യനാണ്. അപ്പം എല്ലാവരും ബ്യൂട്ടീഷ്യനാണ്, അമ്മയ്ക്കൊരു പാർലർ ഉണ്ടെന്നൊക്കെ പറയുമ്പം ഫുൾ ടൈം ഫേഷ്യലായിരിക്കും, ഫുൾ ടൈം അങ്ങനെ ആയിരിക്കും. പക്ഷേ എൻ്റെ അമ്മ പേഴ്സണലി ഭയങ്കര തിരിച്ചായിരുന്നു. സ്വന്തമായിട്ട് പുള്ളിക്കാരിക്ക് ഒരു പാർലർ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും എൻ്റെ മുഖത്ത് അമ്മ ഒന്നും തൊടില്ലായിരുന്നു. എന്താ പറയുക, പാർലറിൽ വരുന്ന കസ്റ്റമേഴ്സിന് കൊടുത്തു പോലും അമ്മ പറയും ഇത്രയും ഏജിന് ശേഷമേ തൊടാവൂ, അങ്ങനത്തെ സാധനങ്ങൾ. ഇന്നേ വരെ എൻ്റെ ലൈഫിൽ ഞാൻ ഒരു ഫേഷ്യൽ ചെയ്തിട്ടില്ല. ഇപ്പോൾ താണ്ട് എനിക്ക് 21 വയസ്സുണ്ട്, ഞാൻ ഒരു ഫേഷ്യലും ചെയ്തിട്ടില്ല. ഞാൻ പാക്കുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അതും എനിക്ക് എൻ്റെ രൂപം ശരിക്കും കുഞ്ഞിലേ ആണെങ്കിലും സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ആണെങ്കിലും വളരെ ചുരുക്കം എന്തെങ്കിലും ഇറിറ്റേഷനൊക്കെ വരുമ്പോൾ മാത്രം വീട്ടിൽ എന്തെങ്കിലും അരച്ച് രക്തചന്ദ്രനോ അങ്ങനെ എന്തെങ്കിലും അരച്ച് തേക്കുന്നതല്ലാണ്ട് വേറെ ഒരു തരത്തിലുള്ള സാധനങ്ങളും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. +1 ഒക്കെ ആയ ഒരു ടൈമിലാണ് ഞാൻ പ്രോപ്പറായിട്ടുള്ള സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യും. +1 ഒക്കെ കഴിയാറായ ടൈമിലാണ് പ്രോപ്പറായിട്ടുള്ള സ്കിൻ കെയറും മേക്കപ്പും പോലും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുന്നേ വരെയും എൻ്റെ മേക്കപ്പ് എന്ന് പറയുന്നത് കണ്ണ് എഴുതുക പൊട്ടിടുക എന്നുള്ളതാണ്. അതിന് ഇഷ്ടം പോലെ ബുള്ളിങ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഫ്രം ടീച്ചേഴ്സ്, ഫ്രണ്ട്സ്, എല്ലായിടത്തും ഫാമിലി. പക്ഷേ അത് വേറെ, ടു ബി ഓണസ്റ്റ്, പൗഡർ പോലും ഇടാത്തിരുന്ന ഒരാളായിരുന്നു ഞാൻ. കണ്ണ് എഴുതും പൊട്ടിടും എന്നല്ലാണ്ട്, പിന്നെ ലിപ് ബാം ഇടുമായിരുന്നു. അതായിരുന്നു എൻ്റെ മേക്കപ്പ് എന്ന് പറയുന്നത്. അതിനുശേഷം +1 എൻഡിങ് ഒക്കെ ആയപ്പോഴാണ് പ്രോപ്പർ ഒരു സ്കിൻ കെയർ എന്ന് പറയുന്ന ഒരു സൺസ്ക്രീൻ എന്ന് പറഞ്ഞ സാധനം തന്നെ ഉപയോഗിച്ച് തുടങ്ങിയതും. പിന്നീട് ഐ സ്റ്റാർട്ടഡ് ലേണിങ് കുറേ കാര്യങ്ങൾ. അങ്ങനെയാണ് കുറേയൊക്കെ മനസ്സിലായതിന് ശേഷമാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതും പഠിക്കാനൊക്കെ തുടങ്ങിയതിന് ശേഷമാണ്. ഓക്കെ, ഇനി ക്ലിനിക്കൽ ട്രീറ്റ്മെൻറ്റ്സിലോട്ട് വരാണെങ്കിൽ ഹെയർ ഞാൻ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ പണ്ട് വീട്ടിൽ തന്നെ എന്താ പറയുക, പണ്ട് മീൻസ് സ്കൂളൊക്കെ കഴിഞ്ഞ് അറൗണ്ട് +1 ടൈമിൽ ഞാൻ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കെരാറ്റിൻ്റെ മുന്നേ തന്നെ സ്ട്രെയിറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് പോർഷൻ ഹെയർ മാത്രം. അത് ഞാൻ വാശി പിടിച്ച് അമ്മയുടെ അടുത്ത് ബഹളം വെച്ചതിന് ശേഷം എൻ്റെ ഫ്രണ്ടിലത്തെ ഹെയർ മാത്രം അമ്മ സ്ട്രെയിറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഐ തിങ്ക് 1 ടൈം. അത് കൂടുതൽ അമ്മ ചെയ്ത് തന്നിട്ടില്ല, അത് ഞാൻ ബഹളം വെച്ചുകൊണ്ട് മാത്രം. അതിനുശേഷം എളുപ്പമാവാൻ വേണ്ടി, ബിക്കോസ് ഐ ഹാഡ് 2 കേളി ഹെയർ, എളുപ്പമാവാൻ വേണ്ടിയിട്ട് കെരാറ്റിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് വാസ് എ മെസ്. അതിനുശേഷം ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റുകൾ നിങ്ങൾ ഹെയറിൽ ചെയ്യാതിരിക്കുക, കഴിവതും നാച്ചുറൽ ഹെയർ അടിക്കുക. പിന്നെ റിയലി ഗുഡ് ട്രീറ്റ്മെൻറ്റ് യു ക്യാൻ ഡു ഇസ് സ്പാ. ഓക്കെ, അപ്പം എന്നാൽ ഞാൻ ഇത് സ്ട്രെയിറ്റിങ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ കെരാറ്റിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കെരാറ്റിൻ ചെയ്തതിന് ശേഷം എൻ്റെ ഹെയർ നല്ല രീതിയിൽ ഡാമേജ് ആയിട്ടുണ്ട്. ആ ടൈമൊന്നും എനിക്ക് യൂട്യൂബ് ചാനലില്ല കേട്ടോ. നല്ല രീതിയിൽ ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ആ കെരാറ്റിൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഫുൾ ഹെയർ വെട്ടിക്കളഞ്ഞിട്ട് ഒന്നുകൂടെ റീഗ്രോത്ത് ചെയ്തിട്ടുള്ള ഹെയറാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതെൻ്റെ നാച്ചുറൽ ഹെയറാണ്, വിത്തൗട്ട് ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും ഇല്ലാണ്ട്. ഐ ഹാവ് എ വെരി കേളി, എന്താ പറയുക, വേവി കൈൻഡ് ഓഫ് ഹെയർ. ബ്ലോ ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കേളിയും വേവിയാണ് ഞാൻ നോർമലായിട്ട് ഇടുവാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം പിന്നെ ശേഷം ഞാൻ ഹെയറിൽ അങ്ങനെ ട്രീറ്റ്മെൻറ്റ്സ് അല്ല. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഹെയർ കളർ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ റീസെൻ്റ്ലി ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് പ്രോപ്പറായിട്ട് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഞാൻ അത് പറഞ്ഞുതരാം, വാട്ട് ഐ ഹാവ് ഡൺ, ഇഫ് നിങ്ങൾ ആർക്കെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ. ഓക്കെ,
അപ്പോൾ ഹെയർ കളർ ഞാൻ ചെയ്യാറുണ്ട്. അപ്പം ഞാനത് വീഡിയോസിലും പറയാറുണ്ട്, ഞാൻ ഹെയർ കളർ ചെയ്യുന്ന ഒരാളാണ്. പിന്നെ കളർ ചെയ്യുമ്പോൾ ഐ ഡോണ്ട് യൂസ് ബ്ലീച്ച്. കാരണം ബ്ലീച്ച് യൂസ് ചെയ്ത് കളർ ചെയ്യുമ്പോഴേക്കും ഹെയർ ഭയങ്കര ഡാമേജ് ആവാറുണ്ട്. സോ ബ്ലീച്ച് യൂസ് ചെയ്ത് കളർ ചെയ്യുന്ന അങ്ങനെ തെറ്റാണെന്നൊന്നും ഞാൻ പറയില്ല, എന്നാലും കുറയ്ക്കാം. ബിക്കോസ് ഇച്ചിരി ഡാമേജിങ് ആണ് ഹെയറിന് വേണ്ടിയിട്ട്. അതാണ് എൻ്റെ ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ പറയുന്നത്. പിന്നെ ഞാൻ ഒബ്വിയസ്ലി മുടി വെട്ടാറുണ്ട്. ഇനി ഫേസിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ പറയുക, അങ്ങനെ ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോയത് വിരലിലെണ്ണാവുന്ന തവണയെ പോയിട്ടുള്ളൂ. അതിൽ മെയിനായിട്ട് ഞാൻ ആദ്യമായിട്ട് എനിക്ക് പോയിട്ടുണ്ടായിരുന്നത് ഒരു കൊളാബിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഒരു ഐ തിങ്ക് ഓർമ്മയില്ല ക്ലിനിക്കിൻ്റെ പേര്, ക്ലിനിക്ക് അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് ഐ ഹാഡ് ഇവിടെ എന്തോ ഇവിടെയൊക്കെ നമ്മളെ കുരു പൊട്ടിയിട്ടുള്ള പാടുകളുണ്ടല്ലോ, അപ്പോൾ ലേസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൊളാബ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ പോയിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഐ ഹാഡ് പ്രിറ്റി ബാഡ് സ്കിൻ. അതും ഞാൻ എനിക്ക് തോന്നുന്നു 2 സെറ്റിങ്ങിൽ കൂടുതൽ ഞാൻ ചെയ്തിട്ടില്ല. അതും ഞാൻ ചെയ്തു അങ്ങനെ നിർത്തി എന്നല്ലാണ്ട് ഞാൻ പിന്നീട് പോയിട്ടുമില്ല, പിന്നീട് ചെയ്തിട്ടുമില്ല. അതാണ് ഞാൻ ചെയ്തിട്ടുള്ള ക്ലിനിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതാണ് ആ ഒരു CO2 ലേസർ, അതും 2 സെറ്റിംഗ് ഞാൻ പോയിട്ടുള്ളത്. അതാണ് ഞാൻ ചെയ്തിട്ടുള്ള ക്ലിനിക്കൽ ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, അതിനുശേഷം ഞാൻ പിന്നീട് ഡെർമറ്റോളജിസ്റ്റിനടുത്ത് പോയതായിട്ട് എനിക്ക് ഓർമ്മയുള്ളത് വളരെ റീസെൻ്റായിട്ട്. എനിക്ക് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള അലർജിക് ആയിട്ടുള്ള ബോഡിയാണ്. അപ്പം എനിക്ക് ഐ ഹാവ് 2 പെറ്റ്സ്, 2 ഡോഗ്സ് ഉണ്ട്, ഒരു ഷിറ്റ്സും ഒരു ഗോൾഡൻ റിട്രീവറും ഉണ്ട്. 2 പേരും ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, അപ്പം ഈ 2 പേർക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും അറിയേണ്ട ഒരു കാര്യം കൂടാണ്, എനിക്ക് പൂട അലർജി ഉള്ള ഒരാളാണ്. പൂടയാണെങ്കിലും ഡസ്റ്റ് ആണെങ്കിലും. അതുകൊണ്ട് തന്നെ എനിക്ക് പാവകളും അലർജി ആയിരുന്നു. ബട്ട് വൺസ് ഐ ഗോട്ട് അഡൽട്ട് മണി ഞാൻ ഇതെല്ലാം വാങ്ങിച്ചു. ഓക്കെ, അപ്പം അതിൻ്റെ പ്രശ്നങ്ങൾ എനിക്കുണ്ട്. ദേഹം ചൊറിച്ചിൽ നിൽക്കുന്നുണ്ട്. ബിക്കോസ് പൂടയുള്ള ആൾക്കാരുടെ കൂടെയാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. എൻ്റെ ലൂഫി സോറൻ്റെ കൂടെയാണ് ഞാൻ കിടക്കുന്നതാണ്. അപ്പോൾ ഇവിടെ മഴ പെയ്ത് തുടങ്ങിയപ്പോൾ ചെളിയിലൊക്കെ പോയി മണ്ണിലൊക്കെ പോയി മാന്തിയതിന് ശേഷം എൻ്റെ കൂടെ കളിച്ചിട്ട് ആ സമയത്ത് പെട്ടെന്ന് നമുക്ക് കുളിപ്പിക്കാൻ പറ്റുന്നില്ല. ദേഹത്തോട്ട് ചാടി കയറിയതിന് ശേഷം ഐ ഗോട്ട് ഭയങ്കര ചൊറിഞ്ഞ് എൻ്റെ ബോഡിയിലും ഈ ഒരു ഭാഗത്തൊക്കെ റാഷ് പോലെ വന്നു പെട്ടെന്ന്. അപ്പോൾ റാഷ് പോലെ വന്നപ്പോഴേക്കും പിന്നെ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. കാരണം ചെളിയിൽ നിന്ന് വന്നിട്ടുള്ള എന്തെങ്കിലും അസുഖം ആയാലെന്ന് എത്തിയിട്ട് ഞാൻ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോഴേക്കും ഡോഗിൻ്റെ അലർജി ആയതുകൊണ്ട് തന്നെ 2 ഗുളികയാണ്. എനിക്ക് തോന്നുന്നു 2 ദിവസത്തിനുള്ളിൽ ആ ഒരു ഇറിറ്റേഷൻ കാര്യങ്ങൾ പോയി. അതാണ് ഞാൻ ഡെർമറ്റോളജിസ്റ്റിന് പോയത്. പിന്നെ എന്താ പറയുക, ക്ലിനിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ളതും ഒറ്റ സംഭവമാണ്. ഇനി ഫ്യൂച്ചറിൽ വിൽ ഐ ഡൂ സംതിങ്, അതും ഒരു കാര്യമാണ്. അതും എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ്, ഞാൻ ഇനി എന്തെങ്കിലും ഫ്യൂച്ചറിൽ ചെയ്യുമോ എന്നുള്ളൊരു സാധനം. അത് എനിക്കറിയില്ല ഫ്യൂച്ചറിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്നുള്ളത്. ബട്ട് വൺ തിങ് ഐ ക്യാൻ പ്രോമിസസ്, ഞാൻ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐ ബി ട്രാൻസ്പെറൻറ്റ് അബൌട്ട് വാട്ട് ഐ ഡു ടു മൈ ഫോളോവേഴ്സ്, സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും. അതെൻ്റെ ഫാമിലിനെ പോലെ ഞാൻ കാണിക്കുന്ന ഒരു ചാനലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്ട് എവർ ഐ ഡു അത് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കും. ഓക്കെ, അതത്രയേ ഉള്ളൂ. പിന്നെ എന്താ പറയുക, ഞാനിപ്പോൾ വീഡിയോസിലാണെന്നുണ്ടെങ്കിലും ഞാൻ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ പറയുന്ന ഒരു സാധനമാണ്. എൻ്റെ ഫുൾ വീഡിയോസ് കാണാത്ത ഷോർട്സ് കാണുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇതൊരു വലിയ ഡൗട്ടായിരിക്കും. നിങ്ങൾ ഫുൾ വീഡിയോസും എൻ്റെ ചാനൽ ആദ്യം മുതൽ കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഷോർട്സിലും ഞാൻ എന്താ പറയുക ഓഫൻ ഒരു 3 മാസം കൂടുമ്പോൾ സെയിം വീഡിയോ വീണ്ടും ഞാൻ ഒന്നുകൂടെ ഇടാറുണ്ട്. ബിക്കോസ് ആൾക്കാർക്ക് തെറ്റിദ്ധാരണ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്താണെന്ന് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഒരുപാട് പേരുടെ വിചാരം എന്ന് പറയുന്നത് ഒക്കെ നമ്മൾ ഈ കോണ്ടൻറ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഈ പല പ്രോഡക്റ്റുകൾ ഇത്രയും പ്രോഡക്റ്റുകൾ വാങ്ങിക്കൂട്ടുന്നു, ഇത്രയും പ്രോഡക്റ്റുകളുടെ വീഡിയോ ഇടുന്നു, റിവ്യൂ ഇടുന്നു. അപ്പം ഇതെല്ലാം ഉപയോഗിക്കണം എന്നാണ് നമ്മൾ പറയുന്നതെന്നുള്ളത്. നമ്മളെന്നല്ല, ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, ബാക്കിയുള്ള ക്രിയേറ്റേഴ്സിൻ്റെ കാര്യം എനിക്കറിയില്ല. ബട്ട് എൻ്റെ കാര്യം ഞാൻ പറയാണ്, ഡെഫിനറ്റ്ലി നോട്ട് ലൈക്ക് ദാറ്റ്. റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങളെപ്പോലുള്ള ക്രിയേറ്റേഴ്സ് ആയിക്കോട്ടെ, ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ, സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ, ആക്ടേഴ്സ് ആയിക്കോട്ടെ, അവർക്കാണെങ്കിലും ഇതുപോലെ ഇഷ്ടം പോലെ പ്രോഡക്റ്റുകൾ ബ്രാൻഡ്സ് ഇങ്ങനെ അയച്ച് തന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അത് അങ്ങനത്തെ ഒരു സംഭവമാണ്.
പിന്നീട് ഇപ്പോൾ എൻ്റെ പേഴ്സണലി എൻ്റെ ജോലി എന്ന് പറയുന്ന ഓരോ പ്രോഡക്റ്റ് ട്രൈ ഔട്ട് ചെയ്തിട്ട് അത് നല്ലതാണോ മോശമാണോ എന്നുള്ളത് നിങ്ങളെടുത്ത് പറയാമെന്നുള്ളതാണ്. പേഴ്സണലി ഞാൻ ഒരു ടൈപ്പ് ഓഫ് ക്രിയേറ്റർ അല്ല. ഒരു മോശമാണൊരു പ്രോഡക്റ്റ് എന്ന് അറിഞ്ഞിട്ട് ആ പ്രോഡക്റ്റ് വാങ്ങിയിട്ട് അത് റിവ്യൂ ചെയ്ത് അയ്യോ ഇത് മോശമാണ് എന്ന് കാണിക്കാൻ എൻ്റെ പൈസ ചിലവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇഫ് ഐ നോ ഒരു പ്രോഡക്റ്റ് മോശമാണെന്ന് ഞാൻ വാങ്ങാറില്ല, അത്രയേ ഉള്ളൂ. പിന്നെ ഈ ബ്രാൻഡ്സ് അയച്ചു തരുന്ന പ്രോഡക്റ്റുകളിൽ മോശമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഷോ ഈ പ്രോഡക്റ്റ് മോശമാണ്, അങ്ങനെ ഞാൻ പറയാറുണ്ട്. അപ്പോൾ അത് വളരെ ചുരുക്കിയേ വരാറുള്ളൂ. ബിക്കോസ് ബ്രാൻഡ്സ് അയച്ചു തരുന്ന പ്രോഡക്റ്റ് മോശമാണെങ്കിൽ അങ്ങനെ പറയാം, അങ്ങനെ ഞാൻ പറയാറുണ്ട്. പിന്നെ അല്ലെങ്കിൽ എനിക്ക് അബദ്ധം പറ്റണം, എന്തെങ്കിലും റാൻഡമായിട്ടുള്ള മേക്കപ്പ് പ്രോഡക്റ്റുകൾ അങ്ങനത്തെ ഒക്കെ വാങ്ങിച്ച് എനിക്ക് അബദ്ധം പറ്റാറുണ്ടെങ്കിൽ അത് ഞാൻ ഡെഫിനറ്റ്ലി വീഡിയോ ഇടാറുണ്ട്. ഇമ്പൾസീവായിട്ടുള്ള പർച്ചേസിലൊക്കെ പണി വാളാറുണ്ടെങ്കിൽ അത് ഞാൻ ഡെഫിനറ്റ്ലി പറയാറുണ്ട്. അപ്പം യൂഷ്വലി ഉള്ള വീഡിയോസിൽ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, അപ്പോൾ ഇത്രയും പ്രോഡക്റ്റുകൾ നമുക്ക് വേണോ, നല്ല സ്കിന്നിന് വേണ്ടിയിട്ട് ഇത്രയും പ്രോഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കണോ നല്ല സ്കിന്നിന് വേണ്ടിയിട്ടെന്ന്? ഒരിക്കലും അല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം എൻ്റെ ഒരു കാര്യം പറയാം. ഇപ്പം ഞാനെന്ന് പറയുന്നത് ഓരോ പ്രോഡക്റ്റും നമുക്ക് എല്ലാവർക്കും ഒരേപോലെ സ്യൂട്ടബിൾ അല്ല. എല്ലാവരുടെയും സ്കിന്ന് ഡിഫറെൻ്റ് ആണ്. ഇപ്പം സെയിം സ്കിൻ ടൈപ്പ് ആണെങ്കിൽ കൂടിയും ഓരോരുത്തർക്ക് ഓരോ പ്രോഡക്റ്റ് വർക്ക് ചെയ്യുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ പ്രോഡക്റ്റ് ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇപ്പം തന്നെ നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയാൽ പോലും ആ പ്രോഡക്റ്റ് ഇപ്പോൾ എല്ലാവർക്കും ഒരു ഡോക്ടർ തരുന്നൊരു പ്രോഡക്റ്റ് ആണെങ്കിലും അത് എല്ലാവർക്കും ഒരേപോലെ വർക്ക് ചെയ്യണം എന്നില്ല, അതും ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മളത് ഫിഗർ ഔട്ട് ചെയ്യണം, നമുക്ക് എന്താണ് വർക്ക് ചെയ്യുന്നത്, നമുക്ക് എന്താണ് ബെറ്റർ എന്നുള്ള സാധനം നമ്മൾ തന്നെ ഫിഗർ ഔട്ട് ചെയ്യേണ്ട ഒരു ഫാക്ടറാണ്. അതിന് നമുക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം, പല പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് നോക്കണം, അതിൻ്റെ ഇതായ രീതിയിൽ ഉപയോഗിച്ച് നോക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ നല്ല പ്രോഡക്റ്റുകൾ ആദ്യം ഉപയോഗിച്ച് നോക്കാൻ എന്നുള്ളത് പറഞ്ഞു തരാമെന്നുള്ളതാണ് എൻ്റെ ചാനലിൽ കൂടെ ഞാൻ ചെയ്യുന്നത്. ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പ്രോഡക്റ്റിന് ഓക്കെ ഈ പ്രോഡക്റ്റ് നല്ലതാണ്. ഇപ്പോൾ തന്നെ എൻ്റെ വീഡിയോസിൽ തന്നെ ഞാൻ ഒരുപാട് നയാസിനമൈഡ് സെറങ്ങളും കാണിച്ചിട്ടുണ്ട്. അപ്പം അതിൽ നല്ലത് എന്ന് തോന്നിയിട്ടുള്ള നയാസിനമൈഡ് സെറംസ് മാത്രമാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് ഇപ്പോൾ ഒരു ബ്രാൻഡിൻ്റെ ഒരു നയാസിനമൈഡ് സെറം കാണിച്ചു, അതെല്ലാവർക്കും നല്ലതാണ്, ബട്ട് അതെല്ലാവർക്കും ഒരേപോലെ വർക്കാവണം എന്നില്ല, മനസ്സിലായോ? അപ്പം നമ്മൾ നല്ലത് എന്ന് എനിക്ക് ഉറപ്പുള്ള സാധനങ്ങൾ ഞാൻ കാണിക്കും. ഓക്കെ യു ക്യാൻ ട്രൈ, ഇത് വർക്ക് ചെയ്തില്ലെങ്കിൽ ഇത് ട്രൈ ചെയ്യാം, ഇത് നല്ലൊരു പ്രോഡക്റ്റാണ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു പ്രോഡക്റ്റാണ്, എന്തൊക്കെ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് ഉപയോഗിക്കണം, മെയിനായിട്ടുള്ള കാര്യം ഞാനെപ്പോഴും വീഡിയോയിൽ പറഞ്ഞത് എങ്ങനെയാണ് ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ഉപയോഗിക്കേണ്ടത് എന്നും കൂടിയുള്ളൊരു എക്സ്പ്ലനേഷനാണ് യൂഷ്വലി എൻ്റെ റിവ്യൂസിലൂടെ വരുന്നത്. യൂഷ്വലി ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനം. പിന്നീടുള്ളൊരു ഞാൻ എൻ്റെ ചാനലിൽ ഒരിക്കലും ചെയ്യാത്തൊരു സാധനം എന്ന് പറയുന്നത് ഈ സ്കിൻ ടോൺ, സ്കിൻ കളർ തമ്മിലുള്ള സാധനം. ഞാൻ ഒരുപാടെടുത്ത് കണ്ടിട്ടുള്ളൊരു ഫാക്ടറാണ് വെളുക്കാൻ വേണ്ടി ഇത്. ഇപ്പം ബ്രൈറ്റനിങ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും വെളുക്കാൻ ആ ഒരു സാധനത്തിനോട് എനിക്ക് ഭയങ്കര ഹെയ്റ്റുള്ളൊരു സാധനമാണ്. ബിക്കോസ് ദ കോർ തിങ് ഞാൻ ഈ ചാനൽ തുടങ്ങാനുള്ള മെയിൻ റീസൺ ആ ഒരു കോൺസെപ്റ്റ് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് ഐ ഡിഡ്ന്റ് വോണ്ട് ആൾക്കാർക്ക് സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മേക്കപ്പ് എന്ന് പറയുമ്പോൾ അത് വെളുക്കാൻ ആ ഒരു സാധനം കേട്ട് മോസ്റ്റ് ടോക്സിക് തിങ് എവർ. അപ്പം എൻ്റെ ചാനൽ കാണുന്ന എനിക്കറിയാം ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അവരുടെ മൈൻഡിൽ നിന്നുള്ള ഈ ഒരു ടോക്സിസിറ്റി മാറ്റാനാണ് ഞാൻ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന ഒരു സാധനമാണ്, എവ്രി സ്കിൻ ടോൺ ഇസ് ബ്യൂട്ടിഫുൾ ഇൻ ഇറ്റ്സ് ഓൺ വേ. അതിന് നമുക്ക് ദൈവം തന്നിരിക്കുന്ന നമുക്ക് കിട്ടിയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള സ്കിൻ ടോണിനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, ആ സ്കിന്നിനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ളതേ ഈ ചാനൽ കൂടെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾക്ക് വെളുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ ഗോ വേ, എൻ്റെ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് അത് തപ്പിയാൽ കിട്ടില്ല. ഓക്കെ, വെളുക്കാനുള്ള ഒരു വീഡിയോസും എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. അങ്ങനത്തെ ഒരു സാധനം നിങ്ങൾ പ്രതീക്ഷിക്കുകയും വേണ്ട. ബിക്കോസ് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു സാധനമാണ്. ഓരോരുത്തർക്ക് ഭംഗിയുള്ള പല സ്കിൻ ടോൺസ് ഉണ്ട്, അത് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഈ ഡാർക്ക് സ്പോട്ട് മാറ്റുക, ടാൻ മാറ്റുക എന്നൊക്കെ പറയുന്നത് എന്താ പറയുക, ഈ വെളുപ്പിക്കുന്ന പരിപാടിയിൽ ഈ ടാനിങ് എന്ന് പറയുന്നത് കറുക്കുക എന്നൊരു സാധനമല്ല. ടാനിങ് എന്ന് പറയുന്നത് സ്കിൻ സെൽസിൻ്റെ ഡാമേജാണ്. ദാറ്റ് ക്യാൻ കോസ് ക്യാൻസർ അല്ലെങ്കിൽ സ്കിൻ ഇഷ്യൂസ്, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സാധനത്തിൽ നിന്ന് നമ്മുടെ സ്കിന്നൊരു വാക്സിനേഷൻ പോലെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് വി യൂസ് സൺസ്ക്രീൻ. ഓക്കെ, ഇറ്റ്സ് ദാറ്റ് സിമ്പിൾ. നമ്മുടെ സ്കിൻ കെയർ എന്ന് പറയുന്നത് ഈസ് ലൈക്ക് എ ബേസിക് ഹൈജീൻ തിങ്. നമ്മൾ രാവിലെ എണീറ്റ് പല്ല് തേക്കുന്ന പോലെ കുളിക്കുന്ന പോലെ ഒരു ബേസിക് റുട്ടീൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്കിൻ കെയർ. ആൻഡ് ഇറ്റ്സ് നോട്ട് മേക്കപ്പ്, ഇറ്റ്സ് കൈൻഡ് ഓഫ് എ മെഡിക്കേഷൻ. ഓക്കെ, ഒരു ഹൈജീൻ തിങ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ എനിക്ക് പറഞ്ഞു തരണം എന്നുണ്ട് പ്രോപ്പറായിട്ട്. ഞാൻ എന്താ പറയുക, ഞാൻ ഇടുന്ന എല്ലാ ഭൂരിഭാഗം വീഡിയോയിലും ഞാൻ ഈ സെയിം സാധനം റിപ്പീറ്റ് അടിച്ച് പറയാറുണ്ട്. എൻ്റെ ഒരു റെഗുലർ
എന്താ പറയുക സബ്സ്ക്രൈബർ അല്ലെന്നുണ്ടെങ്കിൽ വ്യൂവർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി മനസ്സിലാവുമായിരിക്കും ഞാൻ എൻ്റെ മിക്ക വീഡിയോസിലും ഈ ഒരു കാര്യം പറയാറുണ്ട് എന്നുള്ളത്. അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വേണ്ടത്. കാരണം ഒരു വീഡിയോ നമുക്ക് എന്താ പറയുക എന്നും കാണുന്ന ആൾക്കാർ തന്നെ ആവണം എന്നില്ലല്ലോ ഇപ്പോഴും കാണുന്നത്. അപ്പം പുതിയ ആൾക്കാർ വരുമ്പോൾ എന്താണ് ഈ ചാനലിലുള്ളതെന്നുള്ളൊരു എക്സ്പ്ലനേഷനാണ് ഐ എം ഗിവിങ് യു. ഓക്കെ, ഇനി നിങ്ങളിപ്പോൾ ഞാൻ ഭൂരിഭാഗം ആൾക്കാർ ചെയ്യുന്ന കാണുന്ന ഒരു സംഭവമാണ്, ഇപ്പോൾ ഒരു ക്രിയേറ്ററിൻ്റെ അതേ സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യുക, അതേ പ്രോഡക്റ്റുകൾ വാങ്ങിയെടുക്കുക. ഒരിക്കലും ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് സ്കിൻ കെയർ റുട്ടീൻ മാത്രമേ നിങ്ങൾ ചെയ്യാവൂ. ഇപ്പോൾ എൻ്റെ സ്കിൻ കെയർ റുട്ടീനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നടിയുടെയോ നടൻ്റെയോ ആരുടെയെങ്കിലും സ്കിൻ കെയർ റുട്ടീനോ ചെയ്തിട്ട് നിങ്ങൾക്ക് യാതൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. സ്കിൻ കെയർ റുട്ടീൻ ആയിക്കോട്ടെ, ഹോം റെമഡീസ് ആയിക്കോട്ടെ, നോ, ഡോണ്ട് ഡു ദാറ്റ്. അത് നിങ്ങൾക്ക് ഭയങ്കര വേർഡ്സ് ആയിട്ടുള്ള കാര്യമായിരിക്കും. അതുപോലെ ഒരുപാട് പേര് ചെയ്യുന്ന സ്കിൻ കെയർ ഇസ് എക്സ്പെൻസീവ്. ഇത്രയും പ്രോഡക്റ്റുകൾ നമുക്ക് വേണോ, 100 പ്രോഡക്റ്റുകളും അതും ഇതും സാധനങ്ങൾ മാറി 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 ഉപയോഗിക്കണം. നോ, ആരും പറയുന്നില്ല നിങ്ങളോടത് ചെയ്യാൻ. ഞാൻ എൻ്റെ ഓരോ 10 വീഡിയോ കൂടുമ്പോഴും പറയുന്ന ഒരു സാധനമാണ്, നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ളൊരു ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ. ഇത്തിരിയുടെ എലവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫേസ് വാഷ്, ടോണർ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ. ഇത്തിരിയുടെ നിങ്ങൾക്ക് പെർട്ടിക്കുലർ സ്കിൻ ഇഷ്യൂവിനെ മാറ്റണം എന്നുണ്ടെങ്കിൽ ഫേസ് വാഷ്, ടോണർ, സിറം, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ. ഇതാണ് മാക്സിമം നിങ്ങൾക്ക് വേണ്ടത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയുക ഇത്തിരിയുടെ എലവേറ്റ് ചെയ്യണമെങ്കിൽ ഫേസ് മാസ്കുകൾ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം. എന്നാലും മൾട്ടിപ്പിൾ പ്രോഡക്റ്റുകൾ മാറി മാറി ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോ. ഇഫ് നിങ്ങളുടെ സ്കിന്നിന് ഒരു പ്രോഡക്റ്റ്, ഒരു പർട്ടിക്കുലർ മോയ്സ്ചറൈസർ അഡാപ്റ്റായി, അത് സെറ്റായി എന്നുണ്ടെങ്കിൽ സ്റ്റിക്ക് വിത്ത് ഇറ്റ്. നിങ്ങളത് മാറ്റി മാറ്റി ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇപ്പം നിങ്ങൾക്ക് അങ്ങേയറ്റം അങ്ങനെ വേണം, വേറെ ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓക്കെ, യു ക്യാൻ ട്രൈ. ബട്ട് ഞാൻ പറയുന്നത് ഇഫ് നിങ്ങളുടെ സ്കിന്നിന് ഒരെണ്ണം സെറ്റായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാം. ഇപ്പോൾ എന്നെപ്പോലുള്ള ക്രിയേറ്റേഴ്സിന് അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. ബിക്കോസ് ഞങ്ങളുടെ ജോലിയും വരുമാനവും ഈ ഒരു സാധനമാണ്. അപ്പോൾ വി ഹാവ് ടു നമ്മുടെ സ്കിന്നിനെ ബലി കൊടുത്ത് വേണം നമ്മൾ പല സാധനങ്ങളും ട്രൈ ചെയ്ത് നോക്കാനും പല കാര്യങ്ങളും ടെസ്റ്റ് ചെയ്ത് നോക്കാനും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മൾട്ടിപ്പിൾ പ്രോഡക്റ്റ് ഉപയോഗിച്ച് അതിൻ്റെ റിവ്യൂ പറയേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അതാണല്ലോ മെയിൻ ജോലി തന്നെ. അപ്പം അത് ടെസ്റ്റ് ചെയ്ത് നോക്കാതെ വെറുതെ ഇത് കൊള്ളാം അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ പറയുന്ന പരിപാടിയാണെന്നുണ്ടെങ്കിൽ ഇത് കെട്ടിപ്പൂട്ടി പോവാം. സോ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത് ചെയ്തേ പറ്റത്തുള്ളൂ. ഞങ്ങൾ എന്ന് ഞാൻ പറയുന്നില്ല, എൻ്റെ കാര്യം ഞാൻ പറയണം. എനിക്ക് അത് ചെയ്തേ പറ്റത്തുള്ളൂ. എനിക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. വാട്ട് എവർ പ്രോഡക്റ്റ് അതെനിക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം പേഴ്സണലി. അല്ലെങ്കിൽ എൻ്റെ ഫാമിലി, എനിക്ക് പറ്റില്ലെങ്കിൽ എൻ്റെ ഫാമിലിയിൽ അങ്ങനെ ആർക്കെങ്കിലും അത് ടെസ്റ്റ് ചെയ്ത് കൺഫേം ആയിട്ട്, അങ്ങനെ പല ഇൻഗ്രീഡിയൻസ് കൺഫേം ആയിട്ട്, അങ്ങനെ എല്ലാമേ എനിക്ക് ഒരു പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എൻ്റെ ചാനലിൽ കാണിക്കാനോ പറ്റുള്ളൂ. ദാറ്റ്സ് പേഴ്സണലി അബൌട്ട് മീ. ആൻഡ് ഞാനത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന്, എൻ്റെ വ്യൂവേഴ്സിന് കൊടുക്കുന്ന ഒരു സാധനമാണ്, ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊരു ക്ലാരിറ്റി കൊടുക്കണം എനിക്ക് എന്നുണ്ടായിരുന്നു. കാരണം ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞ വീഡിയോസ് മുന്നേ ഇട്ടിട്ടുണ്ട്. ബട്ട് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഓഡിയൻസിലോട്ട് ആ വീഡിയോസ് ഒന്നും എത്താത്തത് കൊണ്ട് തന്നെ എനിക്കത് എന്താ പറയുക റിപ്പീറ്റ് അടിച്ച് ഞാൻ പല പോർഷനിലായിട്ട് പറഞ്ഞു. എന്നാലും ഒരു ഫുൾ വീഡിയോയിൽ പറയുന്ന അത്രയും ഒരു ഇമ്പാക്റ്റ് അല്ല, ഒരു കറക്റ്റ് എക്സ്പ്ലനേഷൻ ആവില്ല ഷോർട്സിൽ വെറും 2 മിനിറ്റ് 3 മിനിറ്റ് ഉള്ളതിനകത്ത് പറയുമ്പോൾ. അപ്പം അതുകൊണ്ട് ഐ ഹോപ്പ് നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നുള്ളൂ. പിന്നെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കമൻറ്റ് ബോക്സിലും പറയാം. ഞാൻ മാക്സിമം ഫുൾ വീഡിയോസിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. കാരണം എനിക്കങ്ങനെ സിമ്പിളായിട്ട് ചെറുതായിട്ടൊന്നും പറഞ്ഞു തരാൻ അറിയത്തില്ല. ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ഷോർട്സിൽ കൂടെ പറഞ്ഞുതരാം. ബട്ട് അതിനുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല ചുരുക്കിയാക്കാൻ വേണ്ടിയിട്ട്. ഇത്തിരി വലിച്ച് പിടിച്ച് പറഞ്ഞാലേ എനിക്കൊരു സമാധാനം കിട്ടത്തുള്ളൂ. പിന്നെ എല്ലാ പോർഷനും കംപ്ലീറ്റ് കവറായി എന്ന് എനിക്കൊരു സമാധാനം വരത്തുള്ളൂ. കാരണം സ്കിൻ കെയർ എന്ന് പറയുന്നത് അത്ര സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. നിങ്ങൾക്കത് മാക്സിമം സിമ്പിളായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നൊരു സാധനം. മാക്സിമം സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക, ഇതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് കൊണ്ടുവരിക എന്നുള്ളതാണ് മെയിനായിട്ട് എനിക്ക് ചെയ്യണം തോന്നിയൊരു സാധനം. ഞാനിപ്പോൾ ചെയ്യുന്നതും അതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം അതിൽ ഇതേവരെ ഞാനൊരു എന്താ പറയുക കുഴപ്പം ഉണ്ടാക്കിയിട്ടില്ല, ഇനി അങ്ങോട്ടും ഉണ്ടാക്കത്തുമില്ല. അതിലൊരു മാറ്റം വരത്തില്ല. ഇഫ് ഐ ആം ഡൂയിങ് എനി ക്ലിനിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് അങ്ങനത്തെ എന്തെങ്കിലും എന്ത് കോപ്രായം ആയിക്കോട്ടെ, നമുക്കാണ് പോസ്റ്റ് ഇറ്റ്. അത് ഞാൻ നിങ്ങളിൽ ഷെയർ ചെയ്തിരിക്കും 100% ഷുവർ. ഓക്കെ,
ഞാൻ ഏത് മേക്കപ്പ് ഇടുന്നു എന്ന് വരെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്, എന്തും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം ഞാൻ വരുത്തിയിട്ടുള്ള ചേഞ്ച് ഞാൻ പറഞ്ഞുതരാം. ബിക്കോസ് ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു 2 മാസം അടുപ്പിച്ചാവുന്നു ഞാൻ പ്രോപ്പർ വീഡിയോ ഇട്ടിട്ട്. അപ്പം മേ ബി ദർ ഇസ് എ ഡിഫറൻസ്. അപ്പോൾ വലിയ ഡിഫറൻസ് ഒന്നുമില്ല എനിക്ക്. എന്നാലും ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളതെന്ന് പറയുമ്പം ഹെയർ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു, ചെറുതായിട്ട് മുടിയൊന്ന് വെട്ടി, പിന്നെ മുഖൂത്തി ഒന്ന് മാറ്റി. അതൊക്കെ അല്ലാണ്ട് വലിയ എന്താ പറയുക ചേഞ്ചസ് ഒന്നും തന്നെ ഇല്ല. പിന്നെ സ്കിൻ കെയർ പ്രോഡക്റ്റുകൾ ഇങ്ങനെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ പ്രോഡക്റ്റിൽ ഞാൻ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്തും വെച്ചിട്ടുണ്ട്. ബട്ട് ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ് ഇനഫ് ടു പോസ്റ്റ് ദാറ്റ്. അപ്പോൾ അതെന്തായാലും റീഷൂട്ട് ചെയ്തിട്ട് ഡെഫിനറ്റ്ലി ഇടുന്നതായിരിക്കും. എന്തെങ്കിലും നിങ്ങൾക്ക് എൻ്റെ ചാനൽ റിലേറ്റഡ് ഡൗട്ട് ആണെങ്കിലോ, നിങ്ങൾക്ക് സ്കിൻ കെയർ റിലേറ്റഡ് ഡൗട്ട് ആണെങ്കിലോ, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കണം എന്നുണ്ടെങ്കിലോ ഡെഫിനറ്റ്ലി കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. പിന്നീട് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഡോണ്ട് കമ്പയർ യുവർ സെൽഫ് വിത്ത് പീപ്പിൾ യു സീ ഓൺ ദ ഇൻ്റർനെറ്റ്. നിങ്ങൾ സോഷ്യൽ മീഡിയ കാണുന്ന ആൾക്കാർ വെച്ചിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യരുത്. ബിക്കോസ് സോഷ്യൽ മീഡിയ ഈസ് ഡിസീവിങ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാം, ഒരുപാട് പേരാണ് ചോദിക്കും ഞാൻ വീഡിയോയിൽ ഫിൽറ്റർ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന്. നോ. നിങ്ങൾക്ക് എൻ്റെ കുരി കാണാൻ പറ്റും. ഇവിടെ കുരു കൊണ്ട് ഇവിടെ 2 പാടുണ്ട്. യു ക്യാൻ സീ ദാറ്റ്. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ എൻ്റെ iPhone 16 Proൻ്റെ ഫ്രണ്ട് ക്യാമറയാണ്. എൻ്റെ ഒരു മെയിൻ ലൈറ്റിങ് തന്നെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ പറയണമല്ലോ, പല ലൈറ്റിങ് ഇവിടെ ഉണ്ട്. മെയിനായിട്ട് ഒരു ലൈറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ ഒരു ലൈറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫിൽറ്റർ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയാണ് വീഡിയോ ഇടാറ്. എന്താ പറയുക, പിന്നീടൊരു ഫാക്ടർ എന്ന് പറയുന്നത്, നമ്മൾ ഈ ഇരിക്കുന്ന ലൈറ്റിങ് പോലെ ആവണം എന്നില്ല നമ്മൾ പുറത്തിറങ്ങുമ്പോൾ, അതും ഡിഫറെൻ്റാണ്. അപ്പം അതും പറയണമല്ലോ. അപ്പം കള്ളം പറയണമെന്നുമില്ല, നമ്മളിങ്ങനെ ഇരുന്നാലും അതും ഡിഫറെൻ്റാണ്. ഇപ്പം നേരിട്ട് കാണുന്നവർക്ക് അറിയായിരിക്കും. എന്നാലും ഞാൻ അതും മാക്സിമം ആ പല ലൈറ്റിങ്ങിലും ഡിഫറെൻ്റ് ആംഗിളിൽ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ പല രീതിയിലും വീഡിയോസ് ഇടാറുണ്ട്. എന്നാലും നമ്മൾ എത്ര ഇതാക്കിയെന്ന് പറഞ്ഞാലും ക്യാമറയിൽ ഇത്തിരി ഡിഫറെൻ്റ് ആയിരിക്കും കാണാൻ വേണ്ടിയിട്ട്. എന്നാലും ക്ലോസപ്പ് പറയാം. പിന്നെ ഇത് ഒരുപാട് പേര് ചോദിച്ചു പാടാണോ എന്ത് പറ്റി എന്നുള്ളത്. ഇതെൻ്റെ പണ്ട് മുതലേ ഉള്ളൊരു കുരുവാണ്. ഓക്കെ, കുരുവല്ല, മറുകാണ്. ഓക്കെ, പിന്നെ ഇത് വളർന്നുകൊണ്ടിരിക്കണം. അപ്പം നത്തിങ് ഐ കാൻ ഡു അബൌട്ട് ഇറ്റ്. ഇറ്റ്സ് ഓക്കെ. യാ, അപ്പോൾ ഇതാണ് എൻ്റെ മോന്ത. ഓക്കെ ഓക്കെ. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കണ്ട. ഇത്രയേ ഉള്ളൂ. ഫുൾ വീഡിയോ വരുന്നതായിരിക്കും. ഒരുപാട് പേര് ഡേ ഇൻ മൈ ലൈഫും വാട്ട് ഐ ഡിഡ് ഇൻ എ ഡേ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇടാം, ഉടനെ ഇടാം. ബൈ.